ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുക്രിസ്തുവിൻ്റെ ജീവിത പരീക്ഷകളെയും പീഡാനുഭവത്തെയും ക്രൂശുമരണത്തെയും ഉയർപ്പിനെയും ധ്യാനിക്കുന്നതിനായി വേർതിരിക്കപ്പെട്ട നോമ്പിൻ്റെ നാളുകളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. കർത്താവിനോട് കൂടെ വസിക്കുവാനുള്ള ഈ നാളുകൾ ആത്മപരിശോധനയുടെയും അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പുനർസമർപ്പണത്തിൻ്റെയും നാളുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും വർജിക്കലിൻ്റെയും ആർജിക്കലിൻ്റെയും വിശ്വാസ ആവിഷ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ജൈവപരമായ അനുഭവങ്ങളായി മാറണം. അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങൾക്കപ്പുറം മൂല്യബോധത്തിൻ്റെയും ധാർമ്മികതയുടെയും അനുഭവങ്ങൾ സംവേദിക്കാൻ നോമ്പ് ദിനങ്ങളിലെ ധ്യാനങ്ങളിലൂടെ സാധ്യമായി തീരണം. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ സന്തോഷം ബന്ധങ്ങളിൽ പങ്കുവയ്ക്കുവാൻ സാധിക്കണം. യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം പാപങ്ങളുടെ മോചനമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. രക്ഷ സൗജന്യമായി നൽകുവാൻ കർത്താവ് ക്രൂശിൽ യാഗമായി മാറി. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം മനുഷ്യർക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് കർത്താവ് തൻ്റെ ക്രൂശുമരണത്തിലൂടെ സൗജന്യമായി നൽകി. കർത്താവിൻ്റെ ക്രൂശുമരണത്തെ അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നത് ഈ സൗജന്യ രക്ഷയുടെ സന്തോഷവും അനുഭവവുമാണ്. ഏതു പാപിയെയും ശുദ്ധീകരിക്കുന്നതാണ് കർത്താവിൻ്റെ രക്തം. 1 യോഹന്നാൻ 1:9 ഇപ്രകാരം പറയുന്നു: നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ക്രൂശിലെ ക്രിസ്തു ക്ഷമയുടെ പര്യായമാണ്. ക്ഷമയുടെ ആവർത്തനങ്ങൾ കൊണ്ട് ഒരുക്കപ്പെടുന്ന മനസ്സുകളിലാണ് രക്ഷയുടെ സന്തോഷവും ആഘോഷവും ഉണ്ടാവുക. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ബന്ധങ്ങളിലൂടെയാണ്. ബന്ധങ്ങളിൽ വീണ്ടെടുപ്പ് അനുഭവിക്കുന്നത് പരസ്പരം ക്ഷമിക്കുവാനുള്ള വിനയപ്പെടുത്തലുകളിലൂടെയാണ്. അനുതാപത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും അടിസ്ഥാനത്തിലാണ് ക്ഷമയുടെ അനുഭവങ്ങളെ നാം കരസ്ഥമാക്കുക. ഈ നോമ്പിൻ്റെ നാളുകളിൽ ക്ഷമയുടെ ആവർത്തനങ്ങളിൽ ആഴപ്പെട്ട രക്ഷയുടെ അനുഭവങ്ങളെ പങ്കുവച്ച് അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും അനുഭവങ്ങൾ ജീവിക്കാൻ സാധിക്കണം. ക്രൂശുമരണത്തിലൂടെ കർത്താവ് നൽകിയ സൗജന്യ രക്ഷയിൽ വളരുവാൻ കഴിയണം. പാപത്തിൻ്റെ അനന്തരഫലമായുണ്ടാകുന്ന മരണാനുഭവങ്ങളെ അതിജീവിക്കാൻ നോമ്പിൻ്റെ ധ്യാനങ്ങളിലൂടെ നമുക്ക് സാധ്യമായി തീരണം. യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം ശാപങ്ങളുടെ മോചനമാണ്. ഗലാത്യർ 3:13 ഇപ്രകാരം പറയുന്നു: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്കു വാങ്ങി. പല ആളുകളും തങ്ങളുടെ ശാപത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രയാസപ്പെടുന്നവരാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് എല്ലാ ശാപങ്ങളുടെയും മോചനമുണ്ട്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ കർത്താവ് എല്ലാ ശാപങ്ങളുടെ ബന്ധനങ്ങളെയും അഴിച്ചിരിക്കുന്നു. അതുകൊണ്ട്
സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അനുഭവങ്ങളെ സ്വീകരിക്കാൻ കർത്താവിൻ്റെ കുരിശുമരണത്തിൽ നമുക്ക് ശരണപ്പെടാം. യോഹന്നാന്റെ സുവിശേഷം 3:14 ഇപ്രകാരം പറയുന്നു: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നമ്മുടെ കർത്താവ് എല്ലാ ശാപങ്ങളും ഏറ്റെടുത്തതിനാൽ നമ്മൾ ശാപങ്ങളിൽ ജീവിക്കേണ്ടവരല്ല. എല്ലാ ശാപങ്ങളെയും കർത്താവിൻ്റെ കുരിശുമരണത്തിൽ സമർപ്പിച്ച് രക്ഷയുടെയും നിത്യജീവന്റെയും സന്തോഷത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഈ നോമ്പ് ദിനങ്ങളിലെ നമ്മുടെ ധ്യാനങ്ങളിലൂടെയും പ്രാർത്ഥനകളുടെയും ശാപത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന മൂന്നാമത്തെ അനുഗ്രഹം രോഗങ്ങളുടെ സൗഖ്യമാണ്. 1 പത്രോസ് 2:24 ഇപ്രകാരം പറയുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെ 2 തരത്തിലുള്ള സൗഖ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. 1 ആന്തരികമായ സൗഖ്യവും 2 ശാരീരികമായ സൗഖ്യവും. എല്ലാ ആന്തരികമായ വ്രണങ്ങളെയും സൗഖ്യമാക്കാൻ കരുത്തുള്ളതാണ് ക്രൂശും ക്രൂശിൻ്റെ ധ്യാനങ്ങളും. കർത്താവിൻ്റെ കുരിശുമരണത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ നിശ്ചയമായും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ലഭ്യമാകുന്ന സൗഖ്യാനുഭവങ്ങളെ അനുഭവിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കട്ടെ. ലോകരക്ഷയ്ക്കായുള്ള നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവവും ക്രൂശുമരണവും ഉയർപ്പും ധ്യാനിക്കുന്ന ഈ നോമ്പ് ദിനങ്ങളിൽ നോമ്പ് വ്രതത്തിലൂടെ ആർജിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദീപ്തമാക്കട്ടെ. ക്രിസ്തു സംഭവത്തിൻ്റെ രക്ഷാകര അനുഭവങ്ങളുടെ ആവിഷ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ജൈവപരമായ അനുഭവങ്ങളായി മാറണം. പാപത്തിൻ്റെ മരണാനുഭവങ്ങളെ അതിജീവിക്കാൻ ഉയർപ്പിൻ്റെ ശക്തി ആർജിക്കുവാൻ നോമ്പ് ദിനങ്ങളിലെ ധ്യാനങ്ങളിലൂടെ കഴിയണം. കർത്താവിൻ്റെ ഉയർപ്പ് ക്രൂശാനുഭവങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രത്യാശയുടെയും ജീവന്റെ സാധ്യതകളുടെയും പുതിയ ലോകത്തെ തുറന്നു തരുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൻ്റെ മരണമാണ് കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെയും ഉയർപ്പിലൂടെയും സാധ്യമായത്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ജീവന്റെ നിത്യതയെക്കുറിച്ചും മരണത്തിൻ്റെ താൽക്കാലികതയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. വീണ്ടെടുപ്പിൻ്റെ അനന്ത സാധ്യതകളിലേക്കുള്ള തുറവിയാണ് യേശു കർത്താവിൻ്റെ ഉയർപ്പിലൂടെ സാധ്യമായത്. ജീർണതകൾക്കും കല്ലറകൾക്കും അപ്പുറത്ത് നിത്യജീവന്റെ പ്രത്യാശയിൽ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ പങ്കുചേരുവാൻ ഉയർപ്പ് ചിന്തകൾക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ലഭ്യമായ പാപത്തിൻ്റെ മോചനവും ശാപത്തിൻ്റെ മോചനവും രോഗങ്ങളുടെ സൗഖ്യവും അനുഭവിച്ച് ഉയർപ്പിൻ്റെയും നിത്യജീവന്റെയും സന്തോഷത്തിൽ ജീവിക്കുവാൻ ഈ നോമ്പിൻ്റെ സഞ്ചാരങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.